ഹൗ ടു ഗെറ്റ് മോർ വ്യൂസ് ഓൺ യൂട്യൂബ് എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ കുറേ അധികം വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം തന്നെ നല്ല വീഡിയോസാണ്. ഇതിലെല്ലാം തന്നെ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാനലിൽ ഇംപ്രഷൻ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതായത് യൂട്യൂബ് കൂടുതൽ പേരിലേക്ക് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യും. നല്ല തംബ്നെയിലാണെങ്കിൽ കൂടുതൽ ക്ലിക്ക് ലഭിക്കുകയും നല്ല ഓഡിയൻസ് റിട്ടൻഷൻ ലഭിക്കുമ്പോൾ കൂടുതൽ പേരിലേക്ക് യൂട്യൂബ് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. ഇതെല്ലാം നേരത്തെ എൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ വീഡിയോയിൽ അത്തരം കാര്യങ്ങളല്ലാതെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കൂടുതൽ വ്യൂസ് കൊണ്ടുവരാൻ സാധിക്കും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം അപ്ലോഡ് ചെയ്യുന്നത് തൊട്ടുള്ളത് നമുക്ക് നോക്കാം. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ പബ്ലിഷ് ചെയ്യരുത്. നമ്മളൊരു HD വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഇത് HD കൺവേർട്ട് ആയിട്ട് വരാൻ കുറെ അധികം സമയം ആവശ്യമാണ്. മാത്രമല്ല ഇത് യൂട്യൂബ് അൽഗോരിതവുമായിട്ട് സെറ്റ് ആയിട്ട് വരാനും കുറച്ച് സമയം ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തേത് നമുക്ക് അൺലിസ്റ്റഡ് ആക്കിയ ശേഷം സേവ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ചാനലിൽ ഓഡിയൻസ് കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്ന ടൈമിൽ നമുക്കിത് പബ്ലിഷ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുകയും ഹോം പേജിലേക്ക് കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തേത് സ്കെഡ്യൂളാണ്. സ്കെഡ്യൂൾ സാധാരണയായിട്ട് അധികം ആരും ഉപയോഗിക്കാത്ത ഒരു ഓപ്ഷനാണ്. പക്ഷേ ഇത് യൂസ്ഫുൾ ആണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കൂടുതൽ ഇംപ്രഷൻ ലഭിക്കും. ഈ സ്കെഡ്യൂൾ ചെയ്ത വീഡിയോ ടൈം ഉൾപ്പെടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് ഹോം പേജിലൂടെ റെക്കമെൻഡ് ചെയ്യും. ഇതിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ കാണാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുകയും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യും. നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുന്നവർക്ക് ഇത് വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന ടൈമിൽ കാണാവുന്നതാണ്. മറ്റൊരു കാര്യം എൻഡ് സ്ക്രീൻ ആണ്. ഈ ഒരു വീഡിയോ നോക്കിയാൽ നമുക്ക് കാണാം ഇതിലെ ടോപ്പ് ട്രാഫിക് സോഴ്സ് എന്ന് പറയുന്നത് എൻഡ് സ്ക്രീൻ ആണ്. ബാക്കിയുള്ള ട്രാഫിക് സോഴ്സ് എല്ലാം യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. പക്ഷേ എൻഡ് സ്ക്രീന് മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ചില വീഡിയോസിന് തുടക്കത്തിൽ വ്യൂസ് അധികം ലഭിച്ചില്ലെങ്കിലും കുറെ നാളുകൾക്ക് ശേഷം അതിൽ വ്യൂസ് ലഭിച്ചു തുടങ്ങും. ഇതിലൊരു എൻഡ് സ്ക്രീൻ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു വീഡിയോ കൂടി ഇതിലൂടെ പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. എൻഡ് സ്ക്രീൻ എങ്ങനെ എഫക്റ്റീവായിട്ട് ആഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എൻഡ് സ്ക്രീൻ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാം. ഫസ്റ്റ് ലേറ്റസ്റ്റ് വീഡിയോ എൻഡ് സ്ക്രീൻ ആക്കാനുള്ള ഓപ്ഷനാണ്. രണ്ടാമത്തേത് ഒരു വീഡിയോയും സബ്സ്ക്രൈബ് ബട്ടണും കൂടി ആഡ് ചെയ്യാം. പിന്നെ ഉള്ളത് പ്ലേലിസ്റ്റ്, സബ്സ്ക്രൈബ് ബട്ടൺ, പിന്നെ 2 വീഡിയോസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാം. ഇതിൽ ഇമ്പോർട്ട് ഫ്രം ലേറ്റസ്റ്റ് വീഡിയോ സെലക്ട് ചെയ്യാം. ഇതിലിപ്പോൾ മോസ്റ്റ് റീസെന്റ് അപ്ലോഡ് എന്നുള്ളത് കൊടുക്കാം. ഇത് കൊടുക്കുമ്പോൾ പുതിയതായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഓട്ടോമാറ്റിക്കലി എൻഡ് സ്ക്രീൻ ആയിട്ട് വരുന്നതാണ്. ഇതൊരു നല്ല ഓപ്ഷനാണ്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നല്ല വ്യൂസ് ലഭിക്കാൻ ഇതിലൂടെ സാധിക്കും. ഇനി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്ന് അത് ചൂസ് ചെയ്ത് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. എൻഡ് സ്ക്രീൻ പോലെയുള്ള ഒരു ഓപ്ഷനാണ് ഐകാർഡും. ഐകാർഡ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ വീഡിയോ, പ്ലേലിസ്റ്റ്, ചാനൽ തുടങ്ങിയവ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ തുടക്കത്തിൽ കുറച്ച് വീഡിയോസും എൻഡിലായിട്ട് പ്ലേലിസ്റ്റും ആഡ് ചെയ്യാവുന്നതാണ്. പ്ലേലിസ്റ്റ് എന്തായാലും ക്രിയേറ്റ് ചെയ്തിരിക്കണം. എൻഡ് സ്ക്രീനും പ്ലേലിസ്റ്റും കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വീഡിയോസ് ആയിരിക്കണം ആഡ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് കമ്മ്യൂണിറ്റി ടാബാണ്. കമ്മ്യൂണിറ്റി ടാബും നമുക്ക് വ്യൂസ് കൂടുതൽ ലഭിക്കാൻ ഉപയോഗിക്കാം. വീഡിയോ പബ്ലിഷ് ചെയ്ത ശേഷം തന്നെ കമ്മ്യൂണിറ്റി ടാബിലൂടെ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്. ഒരു വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്ത ശേഷം നോട്ടിഫിക്കേഷൻ എല്ലാവരിലേക്കും എത്തില്ല. അപ്പോൾ കമ്മ്യൂണിറ്റി ടാബിലൂടെ നമുക്ക് ഈ വീഡിയോ ഓഡിയൻസിലേക്ക് എത്തിക്കാവുന്നതാണ്. അത് മാത്രമല്ല പഴയ വീഡിയോസും ഇതേ രീതിയിൽ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി ടാബിലൂടെ പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. 2 രീതിയിൽ നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഷെയർ ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തേത് നമ്മൾ ഒരു വീഡിയോ സെലക്ട് ചെയ്ത ശേഷം ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കമ്മ്യൂണിറ്റി ടാബിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്ത ശേഷം വീഡിയോയുടെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ കൂടെ ലിങ്ക് ഉൾപ്പെടുത്തി ഷെയർ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഡിസ്ക്രിപ്ഷൻ ആണ്. നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണിത്. കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഐകാർഡിൽ ഉൾപ്പെടുത്തിയ വീഡിയോ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ താഴെ വന്നിട്ടുണ്ടായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൽ കീവേഡ്സ് ഉൾപ്പെടുത്തിയിരിക്കണം. ഡിസ്ക്രിപ്ഷനിൽ കീവേഡ്സ് ഉൾപ്പെടുത്തുന്നതിലൂടെ സെർച്ചിലൂടെ കൂടുതൽ വ്യൂസ് ലഭിക്കും. 3 രീതിയിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കീവേഡ്സ് ഉൾപ്പെടുത്താം. ഒന്നാമത്തേത് വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോൾ അതിൽ കീവേഡ്സ് ഉണ്ടായിരിക്കണം. ഇതുകൂടാതെ നമ്മുടെ വീഡിയോയിൽ ചാപ്റ്റേഴ്സും ഉണ്ടായിരിക്കണം. ലോങ് വീഡിയോസിൽ കീവേഡ്സ് ഉൾപ്പെടുത്തി ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യുന്നതും നല്ലതാണ്. കാരണം ചാപ്റ്റേഴ്സും സെർച്ച് വരുന്നതാണ്. മറ്റൊന്ന് വീഡിയോസും പ്ലേലിസ്റ്റുമാണ്. നമ്മുടെ മറ്റു വീഡിയോസിന്റെ ലിങ്കും
ടൈറ്റിലും ഉൾപ്പെടുത്തി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ട് രണ്ട് പ്രയോജനമുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ മറ്റ് വീഡിയോസിന്റെ ലിങ്ക് ആഡ് ചെയ്യുന്നതിലൂടെ ആ വീഡിയോയിലൂടെ മറ്റ് വീഡിയോസിന് വ്യൂസ് ലഭിക്കും. ഈ പേസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ടൈറ്റിലിൽ കീവേഡ്സ് ഉള്ളത് കൊണ്ട് ഇതും സെർച്ചിലൂടെ വരും. അതുകൊണ്ട് തന്നെ സെർച്ചിലൂടെയും വ്യൂസ് ലഭിക്കും. ഇത് സജഷനിൽ വരാനും ചാൻസ് ഉണ്ട്. ഞാൻ ഈ വീഡിയോയിൽ വ്യൂസ് വർദ്ധിപ്പിക്കാൻ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതെല്ലാം തന്നെ വളരെ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതിലൂടെ എക്സ്ട്രാ വ്യൂസ് നമുക്ക് വീഡിയോയിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു ഡെഡ് ചാനൽ ആണെങ്കിലും ഇതൊക്കെ വർക്കാവുന്നതാണ്.